വാർത്തകൾ വിശദമായി. കലാപം തുടർന്ന മണിപ്പൂരിൽ ജനപ്രതിനിധികളുടെ വീടുകൾക്കു നേരെ ആക്രമണം രൂക്ഷമാകുന്നു. 9 BJP MLA-മാരുടേതുൾപ്പെടെ ഇംഫാൽ താഴ്വരയിലുള്ള 13 നിയമസഭാ അംഗങ്ങളുടെ വീടുകൾ അക്രമികൾ തകർത്തു. ഞായറാഴ്ച രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും തീവെപ്പുകൾക്കും ശേഷമായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി സപ്പം രഞ്ജന്റെ വസതിയിലേക്ക് ജനക്കൂട്ടം ഇരച്ചുകയറി. ഉപഭോക്തൃ പൊതുവിതരണ മന്ത്രി എൽ സുശീന്ദ്രോ സിംഗിന്റെ വീട്ടിലും പ്രതിഷേധക്കാർ ഇരച്ചുകയറിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ പ്രക്ഷോഭകർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ മരുമകൻ കൂടിയായ BJP നിയമസഭാംഗം RK ഇമോയുടെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടി. സംഘർഷത്തിൽ സർക്കാർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യവും വിളിച്ചു. ജിരിബാമിൽ നിന്ന് സായുധ വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെയാണ് വീണ്ടും മണിപ്പൂർ സംഘർഷഭരിതമായത്. മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച 6 പേരും. കൊലപാതകത്തിനു പിന്നിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ആരോപണം. ജിരിബാം സ്വദേശിയായ ലൈഷാറാം ഹെറോജിതിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് മരിച്ച 6 പേരും. അദ്ദേഹത്തിന്റെ 2 മക്കളും ഭാര്യയും ഭാര്യമാതാവും ഭാര്യയുടെ സഹോദരിയും അവരുടെ മകനുമാണ് മരിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സായുധ സംഘം ഇവരെ തട്ടിക്കൊണ്ടുപോയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൊലപാതക വിവരം പുറത്തറിഞ്ഞതോടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പരക്കെ അക്രമമുണ്ടായി. വ്യാപക അക്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ് ജില്ലകളിൽ അനിശ്ചിതകാലത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. 23 അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ മണിപ്പൂരിൽ BJP നയിക്കുന്ന സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് പിന്തുണ പിൻവലിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് ഔദ്യോഗികമായി അയച്ച കത്തിലൂടെയാണ് കോൺറാഡ് സംഗ്മ നയിക്കുന്ന NPP പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. മണിപ്പൂരിൽ അധികമായി ഏർപ്പെടുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ യോഗം ചർച്ച ചെയ്തു.